ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിന്റെ ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ അദ്ദർസു റാബി, 4ാമത്തെ പാഠം ബിദായത്തുദ് ദർസ്. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിദായത്തുദ് ദർസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ആരംഭം, ദർസ് സ്കൂള് മദ്രസ, പഠന ആരംഭം അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഹിവാറാണ്, സംഭാഷണമാണ്. അബ്ദുൽ വാരിസും അബ്ദുൾ റഹീമും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പോൾ അവർ കണ്ടുമുട്ടിയതാണ്. അപ്പോൾ കണ്ടുമുട്ടിയാൽ ആദ്യം അഭിവാദനാണ് അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സലാം പറഞ്ഞു അബ്ദുൽ വാരിസ് അബ്ദുൾ റഹീമിനോട്. അപ്പോൾ അബ്ദുൾ റഹീം സലാം അടക്കി വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ രക്ഷ അവർക്ക് പരസ്പരം അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അപ്പോൾ അബ്ദുൾ റഹീമും പറയും നിങ്ങളുടെ മേലും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് സലാം പറയുന്നു, മടക്കുന്നു. അപ്പോൾ അബ്ദുൽ വാരിസ് പിന്നെ ചോദിക്കുകയാണ്, മത്താ യുബ്ദഉ ദർസ്, എപ്പോഴാണ് ക്ലാസ് ആരംഭിക്കുന്നത്, എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്? മത്താ യുബ്ദഉ ദർസ്. അപ്പോൾ ചോദ്യചിഹ്നമാണ് അല്ലേ, എപ്പോഴാണ് തുടങ്ങുന്നത്. അപ്പോൾ അബ്ദുൾ റഹീം ഉത്തരം പറയണത് യുബ്ദഉ മിനസ്സാഅത്തി ആശിറ, എപ്പോഴാണ്? 10 മണിക്ക് തുടങ്ങും. യുബ്ദഉ മിനസ്സാഅത്തി ആശിറ, യുബ്ദഉ തുടങ്ങും, 10 മണിക്ക് തുടങ്ങും. മനസ്സിലാക്കുക. പിന്നെ അബ്ദുൽ വാരിസ് വീണ്ടും ചോദിക്കുകയാണ് എന്ത്, വ മത്താ തൻതഹി ഹാദിഹി ഹിസ്സ, അപ്പോൾ ക്ലാസ് എപ്പോഴാണ് അവസാനിക്കുക? ഹിസ്സ ക്ലാസ് എപ്പോഴാണ് അവസാനിക്കുക? അബ്ദുൾ റഹീം മാൽ ഹാദി അഷ്റ, മാൽ ഹാദിയ അഷ്റ, 11 മണിക്കാണ് ക്ലാസ് അവസാനിക്കുന്നത്. 11 മണിയോട് കൂടി അവസാനിക്കും. പിന്നെന്താണ് അബ്ദുൽ വാരിസ് ചോദിക്കുകയാണ് എന്താണ്, വ മത്താ നദ്ഹബു ഇലൽ മഖ്തബർ, എപ്പോഴാണ് നമ്മൾ ലാബിലേക്ക് പോകുക? മഖ്തബർ ലാബിലേക്ക് എപ്പോഴാണ് നമ്മൾ പോവുക എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താണ് അബ്ദുൾ റഹീം മറുപടി പറയുന്നു, നദ്ഹബു ഇലൽ മഖ്തബരി ബഅദൽ ഹാദി അഷ്റ, നമ്മൾ 11 മണിക്ക് ശേഷം ലാബിലേക്ക് പോകും. 11 മണി ഹാദി അഷ്റ, 11 മണിക്ക് ശേഷം നമ്മൾ ലാബിലേക്ക് പോകുമെന്ന് അബ്ദുൾ റഹീം പറയുന്നു. വീണ്ടും അബ്ദുൽ വാരിസ് ചോദിക്കുകയാണ്, മത്താ ഇസ്തിറാഹ, അപ്പോൾ എപ്പോഴാണ് വിശ്രമം? എപ്പോഴാണ് വിശ്രമം? 11 മണിക്ക് ലാബിലേക്ക് പോകും, പിന്നെ എപ്പോഴാണ് വിശ്രമം എന്ന് അബ്ദുൽ വാരിസ് ചോദിക്കുകയാണ്. അപ്പോൾ അബ്ദുൾ റഹീം മറുപടി നൽകുകയാണ് എന്ത്, അൽ ഇസ്തിറാഹത്തി മിനൽ ഹാദി അഷ്റ, ഹാദി അഷ്റ വ നിസ്ഫ്, വിശ്രമം ഹാദി അഷ്റ നമ്മൾ നേരത്തെ പറഞ്ഞു 11, വ നിസ്ഫ് അര, പകുതി എന്ന് പറയില്ല, വ നിസ്ഫ് പകുതി. അപ്പോൾ 11:30 മണിക്ക്, 11:30 മണിക്കാണ് വിശ്രമം. ഇസ്തിറാഹ വിശ്രമം 11:30 മണിക്കാണ്. അഷറു ദക്കായിക്ക്, അഷറു ദക്കായിക്ക് എന്ന് പറഞ്ഞാൽ അഷറു എന്ന് പറഞ്ഞാൽ 10, ദക്കായിക്ക് മിനിറ്റ്, ദക്കായിക്ക് മിനിറ്റ്, 10 മിനിറ്റാണ് വിശ്രമം. ഇൻ്റർവെല്ല് 10 മിനിറ്റാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കുക. അഷറു ദക്കായിക്ക്, അപ്പോൾ അത് ദക്കായിക്ക് എന്നതിൻ്റെ മീനിങ് മനസ്സിലാക്കി വെക്കണം. മിനിറ്റ്, 10 മിനിറ്റ് എന്ന്, അഷറു 10, ദക്കായിക്ക് മിനിറ്റ് എന്നതാണ്. അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ്. ഇവിടെ നമ്മളെ മീനിങ്സിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ അർത്ഥം വരുന്നില്ല. ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ദക്കായിക്ക് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ മിനിറ്റ് എന്നാണ്. പിന്നെന്താണ് സുമ്മ നെർജിയോ ഇല സൊഫി, സുമ്മ നെർജിയോ ഇല സൊഫി, പിന്നെ നാം ക്ലാസ്സിലേക്ക് മടങ്ങും. 10 മിനിറ്റ് വിശ്രമത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സിലേക്ക് മടങ്ങും. മറത്ത സാനിയത്ത ലിദ്ദിറാസത്തി, സുമ്മ നെർജിയോ ഇല സൊഫ്, പിന്നെ ക്ലാസ്സിലേക്ക് മടങ്ങും. മറത്ത സാനിയത്തു ലിദ്ദിറാസ്, രണ്ടാമതും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് മടങ്ങും. പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതും ക്ലാസ്സിലേക്ക് മടങ്ങും. എന്നിട്ടോ ബഅദ ളുഹ്റി, ളുഹ്റിന് ശേഷം സനദ്ഹബു ഇലൽ മക്തബി ലിഖിറാത്തി, ളുഹ്റിന് ശേഷം നമ്മൾ എന്താണ് ലൈബ്രറിയിലേക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിലേക്ക് പോകും. ലിഖിറാത്തി വായനക്ക് വേണ്ടിയിട്ട് ഇലൽ മക്തബ് ലൈബ്രറിയിലേക്ക് പോകും. സനദ്ഹബു ഇലൽ മക്തബി ലിൽ ഖിറാഅത്തി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ മീനിങ് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. എന്താ വെച്ചാൽ പഠിക്കാൻ ലൈബ്രറിയിലേക്ക് പോകും, അത് അറബിയിൽ എഴുതാൻ വരും. സനദ്ഹബു ഇലൽ മക്തബി ലിൽ ഖിറാഅത്തി, ലൈബ്രറിയിലേക്ക്
വായിക്കാൻ വേണ്ടി പോകും. അതിൻ്റെ അറബി എഴുതാൻ വന്നാലൊക്കെ നമ്മൾ ഇത് എഴുതി കൊടുക്കണം, മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അങ്ങനെയുള്ള വേർഡ്സുകൾ. അതുപോലെ നദ്ഹബു ഇലൽ മുഖ്തബർ ബഅദ ഹാദി അശ്റ. പിന്നെന്താണ് പറയുന്നത് അവിടെ? അബ്ദുൽ വാരിസ് ഹൽ നദ്ഹബു ഇലൽ ബൈത്തി ബഅദ ദാലിക. എന്താ ചോദിക്കുന്നത്? അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോകുമോയെന്ന് അബ്ദുൽ വാരിസ് വീണ്ടും ചോദിക്കുകയാണ് അബ്ദുറഹീമിനോട്. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോകുമോയെന്ന്. അപ്പോൾ ഇവിടെ അൽ നദ്ഹബു ഇലൽ ബൈത്തി ബഅദ ദാലിക ഇതൊക്കെ ചോദ്യമായിട്ട് വരും. എപ്പോഴാണ് വീട്ടിലേക്ക് പോകുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി എന്താണ്? അബ്ദുറഹീം പറയുകയാണ് ഇല്ല, നമ്മൾ അതിന് ശേഷം പോവില്ല. ലൻ നദ്ഹബു ഇലൽ ബൈത്തി ഇത് ദാക്ക. എന്താണ്? ഇല്ല, ആ സമയത്ത് നമ്മൾ വീട്ടിൽ പോകുന്നില്ല. ആ സമയത്ത് നമ്മൾ വീട്ടിൽ പോകുന്നില്ല. എപ്പോഴാണ് പോകുക? വ സൗഫ നദ്ഹബു ഇലൽ ബൈത്തി ബഅദൽ അസ്ർ. അസ്ർ നിസ്കാര ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ഈ ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം വ സൗഫ നദ്ഹബു ഇലൽ ബൈത്തി ബഅദൽ അസ്ർ. നമ്മൾ അസ്ർ നിസ്കാര ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനുശേഷം വീട്ടിലേക്ക് പോകൂല. ലൻ നദ്ഹബു ഇലൽ ബൈത്തി ഇദാക്ക. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോകുന്നില്ല. വീട്ടിലേക്ക് പോകുന്നത് വസൗഫ നദ്ഹബു ഇലൽ ബൈത്തി ബഅദൽ അസ്ർ. അപ്പോൾ പാഠം നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ തദ്രിബാത്തിൽ വന്ന നെക്റോ വനഫമോ ഭാഗത്ത് വന്ന മീനിങ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. നമുക്ക് വരാറുണ്ട്. ഇസ്തിറാഹ, വിശ്രമം. വിശ്രമം എന്നതിൻ്റെ അറബി എന്ത്? ഇസ്തിറാഹ എന്നതിൻ്റെ അർത്ഥം എന്ത്? മുഖ്തബർ എന്നാൽ എന്ത്? ലാബാണ്. അതിൻ്റെ അർത്ഥം എന്ത്? മക്തബ്, ലൈബ്രറി എന്നതിൻ്റെ അറബി എന്ത്? അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ മറത്ത സാനിയൻ, രണ്ടാമതും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ്? നമുക്കിവിടെ ഉദാഹരണത്തിലേത് പോലെ എഴുതാനാണ് വന്നത്. ഇവിടെ നദ്ഹബു നാം പോകുന്നു എന്നാണ്. അപ്പോൾ സദ നദ്ഹബു, സൗഫ നദ്ഹബു നാം പോകും എന്നാണ്. അതുപോലെ ബാക്കിയൊക്കെ പൂർത്തിയാക്കി കൊടുക്കണം. നഅ്കുലു നാം തിന്നുന്നു. അപ്പോൾ സ നഅ്കുലു, സൗഫ നഅ്കുലു നാം തിന്നും, മനസ്സിലാക്കുക. പിന്നെ നർജിഉ നാം മടങ്ങുന്നു, പിന്നെ സ നർജിഉ, സൗഫ നർജിഉ നാം മടങ്ങും, മനസ്സിലാക്കുക. പിന്നെ ബഅദ എന്ന് പറഞ്ഞ ശേഷം, കബില എന്ന് പറഞ്ഞാൽ മുമ്പ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ബഅദ, ശേഷം, കബില മുമ്പ്. ഇനി കബില വന്നാൽ എന്താണ്? ബഅദ എന്ന് എഴുതി കൊടുക്കുക, ശേഷം, മുമ്പ്. അതുപോലെ ബദഅ ആരംഭിച്ചു, ഇൻതഹ അവസാനിച്ചു. ബദഅ ആരംഭിച്ചു, ഇൻതഹ അവസാനിച്ചു. അതുപോലെ ഇൻതഹ എന്നാൽ ബദഅ ആരംഭിച്ചു എന്നത് എഴുതി കൊടുക്കാം. പിന്നെ ഇനി അതുപോലെ തന്നെ നദ്ഹബു, ലൻ നദ്ഹബു നാം പോവുകയില്ല. ലൻ വന്നു, നാം പോവുകയില്ല. അതുപോലെ നഅ്കുലു, ലൻ നഅ്കുലു നാം തിന്നുകയില്ല. പിന്നെ നർജിഉ, ലൻ നർജിഉ നാം മടങ്ങുകയില്ല, അങ്ങനെ അത് അവിടെ പൂർത്തിയാക്കി എഴുതി കൊടുക്കുക. അടുത്ത എന്താണ്? മത്താ നർജിഉ ഇലൽ ബൈത്ത്. മത്താ നർജിഉ ഇലൽ ബൈത്ത്, നർജിഉ മടങ്ങുക. അപ്പോൾ എപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങുക എന്നാണ്. അപ്പോൾ അതുപോലെ മസ്ജിദ് വെച്ചിട്ട് എഴുതണം. മത്താ നർജിഉ ഇലൽ മസ്ജിദ്, നമ്മൾ മസ്ജിദിലേക്ക് എപ്പോഴാണ് മടങ്ങുക. അതുപോലെ മത്താ നദ്ഹബു എപ്പോഴാണ് പോവുക. മത്താ നദ്ഹബ് എപ്പോഴാണ് പോവുക. അപ്പോൾ അത് മദ്രസ ചോദിച്ചിട്ട് ചേർത്ത് പറയണം. എന്താണ്? മത്താ നദ്ഹബുൽ മദ്രസ എപ്പോഴാണ് മദ്രസയിലേക്ക് പോവുക, അതുപോലെ തന്നെ സൂക്ക് വെച്ചിട്ടും എഴുതാം. മത്താ നദ്ഹബു സൂക്ക്, മത്താ നദ്ഹബു സൂക്ക്, നമ്മൾ സൂക്കിലേക്ക് എപ്പോഴാണ് പോവുക. അപ്പോൾ അത് മനസ്സിലാക്കിയത്. ഇനി മറത്ത സാനിയൻ രണ്ടാമതും, മറത്ത സാലിസത്തുൻ മൂന്നാമതും, മറത്ത റാബിയത്തുൻ നാലാമതും. ഇനി അഞ്ചാമത്തതാ മറത്ത ഹാമിസത്തുൻ, മറത്ത സാദിസത്തുൻ ആറാമത്തത് എന്നറിയാം. അപ്പോൾ ഏഴാമത്തിനോ മറത്ത സാബിയത്തുൻ, അങ്ങനെ എഴുതിയത് കംപ്ലീറ്റ് ആക്കുക. പിന്നെന്താണ് നമുക്കിവിടെ? സായത്തു സാബിയ 7 മണി, അസായത്തു സാബിയത്തു വനിസ്ഫ് 7:30. ഇനി ഇവിടെ
സാബിയത്ത് 7 മണി തന്നിട്ടുണ്ട്. സാബിയത്ത് 7 മണി. അപ്പോൾ 8 മണി എഴുതണം. എന്താണ്? അസാമിൻ 8 മണി. അസാമിൻ 8 മണി. 8:30 എന്താണ്? സാമിനത്തു വനിസ്ഫ്. അസാമിനത്തു വനിസ്ഫ്. അപ്പോൾ ഇവിടെ അസാഅത്ത് ചേർത്തിട്ടാണ് നമ്മൾ സമയം പറയുമ്പോൾ പറയുക. അപ്പോൾ ഇവിടെ എഴുതാനുള്ള സ്ഥലപരിമിതി മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ചേർത്ത് പറയണം. അസാഅത്തു സാമിൻ. അസാഅത്തു സാമിനത്തു വനിസ്ഫ്. അസാഅത്തു സാമിനത്തു വനിസ്ഫ് മനസ്സിലാക്കുക. ഇനി 9 മണിയാ? അസാഅത്തു താസിയ. അസാഅത്തു താസിയ. 5 മണിയാ? അസാഅത്തു ഹാമിസ്. അസാഅത്തു ഹാമിസ്. 6:30 അസാഅത്തു സാദിസത്തു വനിസ്ഫ്. അസാഅത്തു സാദിസത്തു വനിസ്ഫ്. നിസ്ഫ് അരക്ക് നമ്മൾ നിസ്ഫ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി എന്താണ് ഇവിടെ? ഒരു സംഭാഷണമാണ്. നമ്മൾ പാഠബുക്കിൽ ഇപ്പോൾ വായിച്ച് മനസ്സിലാക്കിയതുപോലെ ഇബ്രാഹിം ഇസ്മായിൽ തമ്മിലുള്ള സംഭാഷണം നമ്മളിവിടെ എഴുതണം. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കി എഴുതുക. ആദ്യം സലാം പറയുന്നു, അസ്സലാമു അലൈക്കും. പിന്നെ സലാം മറക്കുന്നു, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ മത്താ നർജു ഇലൽ ബൈത്ത്, നമ്മൾ എപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങുക എന്ന് ചോദിക്കാം അല്ലേ ഇബ്രാഹിമിനെ. അപ്പോൾ ഇസ്മായിൽ അതിന് മറുപടി പറയണം. എപ്പോഴാണ് മടങ്ങുക? ബഅദൽ ളുഹർ, ളുഹറിന് ശേഷം മടങ്ങും. ബഅദൽ ളുഹർ, ളുഹറിന് ശേഷം മടങ്ങും. അതെഴുതാം. പിന്നെ ഇബ്രാഹിം വീണ്ടും ചോദിക്കുകയാണ്. എന്താ ചോദിക്കുക? മത്താ നദ്ഹബു മദ്രസ. മത്താ നദ്ഹബുൽ മദ്രസ, നമ്മൾ മദ്രസയിലേക്ക് എപ്പോഴാണ് പോകുക? അപ്പോൾ എപ്പോഴാണ്? യുബ്ദഉ മിനസ്സാഅത്തി, ഒരു സമയം എഴുതാം. സാബ്യ, അങ്ങനെ സമയം എഴുതുക. അങ്ങനെ എഴുതുക. പിന്നെ മത്താ ഇഷ്തിറാഹ, എപ്പോഴാണ് വിശ്രമം? എപ്പോഴാണ് വിശ്രമം? അത് ചോദിക്കാം. അപ്പോൾ ഇവിടെ വിശ്രമ സമയം എഴുതുക. എന്താണ്? മിനസാഅത്തി സാബിയ വനിസ്ഫ്, 7:30 മണിക്ക് ആണ് വിശ്രമം. അശ്രുദക്കായിക്ക് 10 മിനിറ്റാണ് വിശ്രമം എന്നൊക്കെ ചേർത്തിട്ട് നമുക്ക് ഈ സംഭാഷണം ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ പാഠഭാഗം നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കിയിട്ട് പാഠഭാഗത്ത് നിന്ന് നോക്കിയിട്ട് ആ വേർഡ്സുകളൊക്കെ എഴുതുക. ഞാനിവിടെ എഴുതിയിട്ടാൽ നിങ്ങളത് പകർത്തുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ വർക്കുകളൊന്നും ഞാൻ എഴുതാത്തത്. എൻ്റെ വോയിസ് കേൾക്കുക, എന്നിട്ട് നിങ്ങളത് മനസ്സിലാക്കി എഴുതുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞ മീനിങ്സുകളൊന്നും മറക്കാതെ പഠിക്കുക. നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസറുകൾ വരൽ ചുരുക്കമാണ്. ക്വസ്റ്റ്യൻ ആൻസർ വരികയാണെങ്കിൽ എപ്പോഴാണ് വീട്ടിലേക്ക് പോവുക അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. അർത്ഥം ചോദിക്കുകയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? പിന്നെ സമയങ്ങൾ അതൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത് പൊതുപരീക്ഷയാണ്. അപ്പോൾ അതിന് നിങ്ങൾ പാഠഭാഗം ഓരോന്നായിട്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ റിവിഷൻ ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്ത് ക്ലാസ്സുകളൊക്കെ വേണ്ടവർ അത് ജോയിൻ ചെയ്യാം. ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.